Welcome back to our history classes. This is Hybrid Campus. I am your history faculty Shahina Shireen. So, നമ്മൾ ഇന്ന് MS University MA History First Sem ഹിസ്റ്ററി ഓഫ് വേൾഡ് സിവിലൈസേഷൻ എന്ന് പറയുന്ന പുതിയൊരു പേപ്പറാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഈ ഒരു പേപ്പറിൽ പ്രധാനമായിട്ടും പറയുന്നത് പ്രീ ഹിസ്റ്റോറിക് പീരിയഡ്സിനെ കുറിച്ചിട്ടും ഏൻഷ്യൻ സിവിലൈസേഷൻസിനെ കുറിച്ചിട്ടുമാണ്. അതായത് നമ്മളുടെ ബ്രോൺസ് ഏജ് സിവിലൈസേഷൻസ്, അതുപോലെ തന്നെ അയൺ ഏജ് സിവിലൈസേഷൻസ്, ദെൻ നമ്മൾ പഠിക്കുന്നവയാണ് നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ക്ലാസിക്കൽ സിവിലൈസേഷൻസുകളെ കുറിച്ചിട്ട്. അപ്പം അങ്ങനെയാണ് നമ്മൾ ഈ ഒരു പേപ്പറിലൂടെ മുന്നോട്ട് പോകുന്നത്. ഓക്കെ, അപ്പം ഈ നമ്മളുടെ ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ ആണ് കേട്ടോ. അതായത് ഇൻട്രൊഡക്ഷൻ ടു സിവിലൈസേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ് ഫസ്റ്റ് യൂണിറ്റ് ആയിട്ട് വരുന്നത്. അപ്പം ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് എന്താണ് പ്രീ ഹിസ്റ്റോറിക് ടൈംസ് എന്ന് പറയുന്നത്, എങ്ങനെയാണ് ലൈഫിൻ്റെ ഒറിജിൻ, എന്തൊക്കെ ഘടകങ്ങളിലൂടെയാണ് സിവിലൈസേഷൻസ് ഡെവലപ്പ് ചെയ്യുന്നത്, എന്താണ് സിവിലൈസേഷൻസ്, എന്താണ് കൾച്ചർ ആൻഡ് എന്തൊക്കെയാണ് സിവിലൈസേഷനും കൾച്ചറും തമ്മിലുള്ള ഡിഫറൻസസ് എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ നോക്കുവാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ചാപ്റ്ററിലേക്ക് കടന്നു വരാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറയുന്നത് ലൈഫ് ഇൻ പ്രീ ഹിസ്റ്റോറിക് പീരിയഡ് എന്നുള്ളതാണ്. അതായത് നമുക്കറിയാം മനുഷ്യരുണ്ടായ ഒരു കാലം തൊട്ട് തന്നെ എങ്ങനെയാണ് ഈ ആദിമ മനുഷ്യർ ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ടാണ് ജീവിച്ചിട്ടുണ്ടായിരുന്നത്. എങ്ങനെയായിരുന്നു? ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ടാണ് മനുഷ്യർ പ്രീ ഹിസ്റ്റോറിക് മാന് ജീവിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഇവിടെ ഈ പ്രീ ഹിസ്റ്റോറിക് മാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഒരേ ഒരു ജീവിത മാർഗം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ സർവൈവൽ എന്ന് പറയുന്നത് ഹണ്ടിങ് ആൻഡ് ഗ്യാതറിങ് ആയിരുന്നു. അതായത് ഭക്ഷണം വേട്ടയാടി ശേഖരിച്ച് ജീവിച്ചിരുന്ന മനുഷ്യരായിരുന്നു പ്രീ ഹിസ്റ്റോറിക് മാൻ, അതല്ലെങ്കിൽ ആദിമ മനുഷ്യർ എന്ന് പറയുന്നത്. നമുക്കിന്ന് സങ്കല്പിക്കാൻ കഴിയില്ല. അതായത് അന്നത്തെ ജനങ്ങളുടെ ജീവിത രീതി അത് മാത്രം തന്നെയായിരുന്നു. അവർക്ക് ആവശ്യമുള്ള മൃഗങ്ങളെയും മറ്റും വേട്ടയാടുന്നു, അതുപോലെ തന്നെ കായ്കളും മറ്റും ശേഖരിക്കുന്നു, അങ്ങനെ ജീവിക്കുന്നു. നമുക്കറിയാം ആ ഒരു കാലഘട്ടത്തിൽ മനുഷ്യരൊക്കെ പച്ചയ്ക്കാണ് മാംസങ്ങളൊക്കെ ഭക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം അന്ന് തീ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നില്ല, അന്ന് വേവിച്ച ഭക്ഷണത്തെക്കുറിച്ച് അവർക്ക് അറിവുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അന്ന് അവരെങ്ങനെ ഈ പച്ചയ്ക്ക് ഈ മാംസങ്ങളും മറ്റും ഭക്ഷിച്ചിരുന്ന ഒരു കാലഘട്ടം അന്നുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ അതല്ലെങ്കിൽ ഈ ഒരു പ്രീ ഹിസ്റ്റോറിക് ടൈംസിൽ നമുക്ക് ഡെവലപ്ഡ് ആയിട്ടുള്ള ടൂൾസുകൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് അങ്ങോട്ട് നിയോലിത്തിക് കാലഘട്ടങ്ങളിലേക്ക് വരുന്ന സമയത്ത് തീ കണ്ടുപിടിക്കപ്പെടുന്നുണ്ട്. അവിടെ നിന്ന് അങ്ങോട്ട് കേവ് ആർട്ടുകളുടെ ഒരു ക്രിയേഷൻ വരുന്നുണ്ട്. അപ്പം ഈ ഓരോ കാലഘട്ടത്തിലും ഓരോ രീതിയിലുള്ള ഡെവലപ്മെൻ്റ് ആണ് ആദിമ മനുഷ്യർക്കിടയിൽ ഉണ്ടാകുന്നത്. നമ്മൾ ഇന്ന് കാണുന്നത് പോലെ തന്നെ ഇപ്പം നമ്മളൊക്കെ ജനിക്കുന്ന ഒരു കാലഘട്ടത്തെ പോലെയല്ല ഇന്നുള്ളൊരു കാലഘട്ടം, അല്ലെ? എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് പ്രീ ഹിസ്റ്റോറിക് ടൈംസിൽ ആ ഒരു ഒറിജിൻ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് പോലെയല്ല ഇപ്പോൾ ഉള്ളത്. അതിങ്ങനെ ടൈം ടു ടൈം അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു, വികസിച്ചു കൊണ്ടിരിക്കുന്നു, പുതിയ പുതിയ അഡ്വാൻസ്മെൻറ്റുകൾ അതിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഡിഫറെൻറ്റ് ഏജസുകളിലായിട്ട്, അതായത് ഡിഫറെൻ്റ് ആയിട്ടുള്ള കാലഘട്ടങ്ങളിലായിട്ട് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റിലൂടെയാണ് ഓരോരോ പ്രോഗ്രസ്സുകൾ ഉണ്ടാകുന്നത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഓരോ കാലഘട്ടത്തിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റുകൾ ഉണ്ടാകുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ആ ഒരു കാലഘട്ടം അല്ലെങ്കിൽ ആ മനുഷ്യർ എന്ത് ചെയ്യുന്നു? പ്രോഗ്രസീവ് ആവുകയാണ് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് പ്രീ ഹിസ്റ്റോറിക് ടൈം പറഞ്ഞ സമയത്ത് നമുക്ക് നമ്മളുടെ പ്രീ ഹിസ്റ്റോറിക് കാലഘട്ടത്തെ നമുക്ക് രണ്ടാക്കി നമുക്ക് ഡിവൈഡ് ചെയ്യാം. അതായത് ഒന്ന് എന്ന് പറയുന്നത് എന്താണ്? സ്റ്റോൺ ഏജ് എന്നും രണ്ടാമത്തേത് മെറ്റൽ ഏജ് എന്നും. ഇവിടെ സ്റ്റോൺ ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വരുന്നത്? അതായത് സ്റ്റോൺ കൊണ്ട് ആയുധങ്ങളും ഉപകരണങ്ങളും ഉണ്ടാക്കി അതുകൊണ്ട് ജീവിച്ചിരുന്ന ആളുകളുള്ള ആ ഒരു കാലഘട്ടത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്റ്റോൺ ഏജ് എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ മെറ്റൽ ഏജ് എന്താണ്? ഈ സ്റ്റോണുകൾക്ക് പകരം മെറ്റൽസുകൾ യൂസ് ചെയ്തുകൊണ്ട് ആയുധങ്ങളും ഉപകരണങ്ങളും ഉണ്ടാക്കി അതുകൊണ്ട് ജീവിച്ചിരുന്ന ആ ഒരു കാലഘട്ടത്തെയാണ് നമ്മൾ മെറ്റൽ ഏജ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് സ്റ്റോൺ ഏജിനെ നമുക്ക് രണ്ടാക്കി ഡിവൈഡ് ചെയ്യാം. എന്താണ്? മൂന്നാക്കി നമുക്ക് ഡിവൈഡ് ചെയ്യാം. പാലോലിത്തിക് ഏജ്, മെസോലിത്തിക് ഏജ് ആൻഡ് നിയോലിത്തിക് ഏജ്. ഓക്കെ, അതിനുശേഷം വരുന്നൊരു കാലഘട്ടമാണ് ചാൽക്കോലിത്തിക് ഏജ്. അതായത് ആദ്യമായിട്ട് മനുഷ്യൻ കണ്ടുപിടിക്കുന്ന ഒരു മെറ്റൽ എന്ന് പറയുന്നത് ഏതാണ്? കോപ്പറാണ്. അപ്പം ഈ കോപ്പറും അതേസമയം
തന്നെ സ്റ്റോണും ഉപയോഗിച്ചിട്ടുള്ള ആയുധ ഉപകരണങ്ങൾ ഒരേ സമയം ഉപയോഗിച്ച് ജീവിച്ചിരുന്ന ആ ഒരു കാലഘട്ടത്തെയാണ് നമ്മൾ ചാൽക്കോലിത്തിക് ഏജ് അഥവാ ശിലാ താമ്രയുഗം എന്ന് വിളിക്കുന്നത്. അതിനുശേഷം വരുന്ന കാലഘട്ടമാണ് ബ്രോൺസ് ഏജ് എന്ന് പറയുന്നത്. ഈ ബ്രോൺസ് ഏജിലാണ് നമ്മളുടെ ചരിത്രത്തിലെ തന്നെ ആദ്യത്തെ 4 പ്രധാനപ്പെട്ട സിവിലൈസേഷൻസുകളായിട്ടുള്ള മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ, ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ, ഹാരപ്പൻ സിവിലൈസേഷൻ ആൻഡ് ദി ചൈനീസ് സിവിലൈസേഷൻസുകളൊക്കെ വരുന്നത്. അതിനുശേഷം വരുന്ന ഒരു കാലഘട്ടം ഏതാണ്? ഈ മെറ്റൽ ഏജിൽ തന്നെ അയൺ ഏജ് കാലഘട്ടമാണ് പിന്നീട് വരുന്നത്. അവിടെയാണ് നമ്മൾ ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ വേദിക് കാലഘട്ടം അല്ലെങ്കിൽ ആര്യൻ സിവിലൈസേഷനൊക്കെ ഈ അയൺ ഏജ് സിവിലൈസേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്നവയാണ്. ഓക്കെ, അതിന് ശേഷം വരുന്നവയാണ് ഏത്? നമ്മളുടെ ക്ലാസിക്കൽ സിവിലൈസേഷൻ, അതായത് ഗ്രീക്ക്, റോമൻ സിവിലൈസേഷൻസുകളുടെയൊക്കെ ഒരു കാലഘട്ടം വരുന്നത്. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ പറയുന്നത് ഇനി നമ്മൾ ലൈഫിൻ്റെ ഒറിജിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ എന്തെല്ലാം ഫാക്ടേഴ്സുകളാണ് സിവിലൈസേഷന് കാരണമായിട്ടുള്ളത് എന്നിങ്ങനെയാണ്. അപ്പോൾ ഇവിടെ നമുക്കറിയാം ലൈഫ് ഒറിജിൻ ചെയ്യുന്നത് എങ്ങനെയാണ്? കെമിക്കൽ ആൻഡ് ബയോളജിക്കൽ എവല്യൂഷൻസിലൂടെയാണ്. നമ്മൾക്ക് നമ്മുടെ വിശ്വാസപരമായിട്ട് പല രീതിയിലുള്ള സ്റ്റോറികൾ ഉണ്ടാകും. പക്ഷേ ഇവിടെ നമ്മൾ സയൻറ്റിഫിക്കലി നമ്മൾ പറയുന്നുണ്ട് എങ്ങനെയാണ്? കെമിക്കൽ ആൻഡ് ബയോളജിക്കൽ എവല്യൂഷൻസിലൂടെയാണ്. എസ്പെഷ്യലി ദ ബയോളജിക്കൽ എവല്യൂഷൻസിലൂടെയാണ് എങ്ങനെയുണ്ടാകുന്നത്? ലൈഫ് ഒറിജിൻ ചെയ്യുന്നത് അല്ലേ? അപ്പം ഇവിടെ സിവിലൈസേഷൻസിലേക്ക് നയിക്കുന്ന ചില പ്രധാനപ്പെട്ട ഫാക്ടേഴ്സുകളുണ്ട്. അവ എന്തൊക്കെയാണ് നമുക്കൊന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യാം. ഒന്നാമത്തേത് അവൈലബിലിറ്റി ഓഫ് വാട്ടർ ആണ് അല്ലേ? ഏതൊരു മനുഷ്യനും ജീവിച്ചു പോകണം എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വേണം? ആ മനുഷ്യന് ആവശ്യമായിട്ടുള്ള വെള്ളം വേണം അല്ലേ? അപ്പം വെള്ളത്തിൻ്റെ ലഭ്യത എന്ന് പറയുന്നതാണ് ഒന്നാമത്തെ ഫേവറബിൾ ഫാക്ടേഴ്സ് ഫോർ ദ സിവിലൈസേഷൻ എന്ന് പറയുന്നത്. അതായത് ഈ നമ്മൾ പറയപ്പെടുന്ന എല്ലാ സിവിലൈസേഷൻസുകളും ആദ്യമായിട്ട് ഒറിജിൻ ചെയ്യുന്നത് എവിടെയാണ്? റിവർ വാലികൾ അഥവാ നദീതടങ്ങളിലാണ്. ഇപ്പോൾ മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻസ് ആയിക്കോട്ടെ, അത് വരുന്നത് എങ്ങനെയാണ്? യൂഫ്രട്ടീസ്, അതുപോലെ തന്നെ ടൈഗ്രിസ് നദികളൊക്കെ സമീപത്താണ്. ആ ഒരു വാലികളിലാണ് ഒറിജിൻ ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ ആണെന്നുണ്ടെങ്കിൽ അത് നൈൽ നദിയുടെ തീരങ്ങളിലാണ്. ഹാരപ്പൻ സിവിലൈസേഷൻസിലേക്ക് വരുന്ന സമയത്ത് ഇൻഡസ്, സിന്ധു നദിയുടെ തീരങ്ങളിലാണ് അത് ഒറിജിൻ ചെയ്യുന്നത്. ഇനി ചൈനീസ് സിവിലൈസേഷൻ ആണെങ്കിലോ യെല്ലോ റിവറിൻ്റെ തീരങ്ങളിലാണ് ഇത് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ സിവിലൈസേഷൻസ് എല്ലാം എമർജ് ചെയ്യുന്നത് എവിടെയാണ്? ഓരോരോ നദികളുടെ തീരങ്ങളിലായിട്ടാണ് കേട്ടോ. അപ്പം ഇവിടെ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു ഫസ്റ്റ് ഫാക്ടർ ഏതാണ്? അവൈലബിലിറ്റി ഓഫ് വാട്ടർ അഥവാ വെള്ളത്തിൻ്റെ ലഭ്യതയാണ്. രണ്ടാമത്തേത് ഫെർട്ടൈൽ ലാൻഡ് ഫോർ അഗ്രികൾച്ചർ. ഇപ്പോൾ നമുക്കറിയാം ഏൻഷ്യൻ്റ് കാലഘട്ടങ്ങളിൽ എല്ലാ സിവിലൈസേഷൻ്റെയും എല്ലാ കൾച്ചറിൻ്റെയും ഒക്കെ ഒരു ബാക്ക് ബോൺ ഓഫ് എക്കോണമി എന്ന് പറയുന്നത് ഏതാണ്? തീർച്ചയായിട്ടും അഗ്രികൾച്ചർ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ അഗ്രികൾച്ചർ ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? അവിടെ ഫലഭൂയിഷ്ടമായിട്ടുള്ള മണ്ണ് വേണം, ഫെർട്ടൈൽ ലാൻഡ് വേണം. ഇപ്പോൾ നമ്മൾ നേരത്തെ അവൈലബിലിറ്റി ഓഫ് വാട്ടർ പറഞ്ഞ സമയത്ത് അല്ലെങ്കിൽ റിവർ വാലികൾ എടുക്കുന്ന സമയത്ത് ഈ ഓരോ റിവർ വാലീസിൻ്റെ ഇടയിലും ഇപ്പം നമ്മൾ ഈ പറഞ്ഞ 4 സിവിലൈസേഷനിലും വരുന്ന റിവർ വാലീസുകളെല്ലാം തന്നെ എന്താണ്? ഫെർട്ടൈൽ ലാൻഡുകൾ, ഫലഭൂയിഷ്ടമായ മണ്ണുള്ള പ്രദേശങ്ങളാണ്. ഇപ്പോൾ മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷനിലെ യൂഫ്രട്ടീസ്, ടൈഗ്രിസ് നദികൾക്കടുത്തുള്ള ഉർ എന്ന് പറയുന്ന ആ ഒരു സിറ്റി സ്റ്റേറ്റിലാണ് ആദ്യമായിട്ട് അവിടെ ഒരു സിവിലൈസേഷൻ എമർജ് ചെയ്ത് വരുന്നത്. കാരണം അവിടുത്തെ ഫലഭൂയിഷ്ടമായ മണ്ണ് കൊണ്ടാണ്. അവിടെ കൃഷി ഉണ്ടാകുന്നു, ആ കൃഷിയിൽ നിന്നും മിച്ചോൽപാദനം ഉണ്ടാകുന്നു, മിച്ചോൽപാദനം ഉണ്ടാകുമ്പോൾ അവിടെ വാണിജ്യം, വ്യാപാരം ഉണ്ടാകുന്നു, അതൊരു മാർക്കറ്റായിട്ട് മാറുന്നു. അങ്ങനെ അതൊരു സ്റ്റേറ്റ് ആയിട്ട്, ഒരു രാഷ്ട്രമായിട്ടൊക്കെ രൂപീകൃതമാകുന്നു. അപ്പം ഇത് മെസപ്പൊട്ടോമിയയിൽ മാത്രമല്ല അല്ലെങ്കിൽ ഉർ നഗരത്തിൽ മാത്രമല്ല, ഈവൻ നൈലിനെ സംബന്ധിച്ച് ഈജിപ്തിലാണ് എന്നുണ്ടെങ്കിലും, അതല്ല ഹാരപ്പയിലാണ് എന്നുണ്ടെങ്കിലും, ഈവൻ ചൈനീസ് സിവിലൈസേഷനിലാണ് എന്നുണ്ടെങ്കിൽ പോലും എവിടെ ഫലഭൂയിഷ്ടമായ മണ്ണുണ്ടോ, വെള്ളമുണ്ടോ, അവിടെ കൃഷി വലിയ രീതിയിൽ നടക്കുന്നു. ആ കൃഷിയിൽ നിന്നും എന്തുണ്ടാകുന്നു? മിച്ചോൽപാദനം ഉണ്ടാകുന്നു. മിച്ചോൽപാദനം ഉണ്ടാകുന്ന സമയത്ത് ആളുകൾ എന്ത് ചെയ്യുന്നു? അത് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കൈമാറുന്നു അല്ലേ? നമുക്കറിയാം ആദ്യകാലങ്ങളിൽ ബാർട്ടർ സിസ്റ്റമാണ് ആളുകൾ കൈമാറ്റ പ്രക്രിയകൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെ ബാർട്ടർ സിസ്റ്റം ഒക്കെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരുന്നു. ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള
തരത്തിലുള്ള സാമഗ്രികൾ കൈമാറുന്നു. അപ്പം ഇങ്ങനെ മിച്ചോൽപാദനം ഉണ്ടായി, കൈമാറ്റങ്ങൾ ഉണ്ടാകുന്നു. പിന്നീട് സ്വന്തം പ്രദേശത്തിൽ നിന്നും മറ്റ് പ്രദേശങ്ങളിലേക്ക് എന്ത് ചെയ്യുന്നു? കച്ചവടങ്ങൾ, ഇറക്കുമതി കയറ്റുമതി ബന്ധങ്ങൾ ഉണ്ടാകുന്നു. അത് പ്രദേശങ്ങളിൽ നിന്നും മാറിയിട്ട് മറ്റ് സിവിലൈസേഷൻസുകളിലേക്കാകുന്നു, മറ്റ് രാജ്യങ്ങളിലേക്ക് ഒക്കെ ആയിട്ട് മാറുന്നു. അപ്പം അങ്ങനെ അവിടെ എന്തുണ്ടാകുന്നു? വലിയ രീതിയിലുള്ള ഒരു ഗ്ലോബൽ നെറ്റ്വർക്കിംഗ്, ട്രേഡ് നെറ്റ്വർക്കിംഗ് സിസ്റ്റം ഒക്കെ രൂപീകൃതമാകുന്നു അല്ലേ. അപ്പോൾ ഇതൊക്കെ എന്തിലേക്ക് നയിക്കുന്നു? ഈ മിച്ചോൽപാദനം ഉണ്ടാകും, ട്രേഡ് ഉണ്ടാകുന്നു. അവിടെ അങ്ങനെ വരുന്ന സമയത്ത് അവർക്ക് അവരുടേതായിട്ടുള്ള മെഷർമെന്റ് ടൂളുകൾ വരുന്നു, അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട്. അപ്പം അങ്ങനെ ഒരു ഭരണസമിതി വരുന്ന സമയത്ത് അതെന്തായിട്ട് മാറുന്നു? ഒരു റൂളറിൻ്റെ കീഴിൽ ഒരു പൊളിറ്റിക്കൽ സ്ട്രക്ചറായിട്ട്, ഒരു അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റമായിട്ട് അവിടെ മാറുന്നു. അപ്പം ഇതൊക്കെ എന്തിൻ്റെ ഘടകങ്ങളാണ്? ഈ ഒരു സിവിലൈസേഷൻ്റെ എലമെൻസുകളാണ് ഈ പറയപ്പെടുന്ന കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ എന്ത് വേണം? ഒരു ഫെർട്ടൈൽ ലാൻഡ് ഫോർ അഗ്രികൾച്ചർ അവിടെ വേണം. അതുപോലെ തന്നെ ക്ലൈമറ്റ് സ്യൂട്ടബിൾ ഫോർ സെറ്റിൽമെൻറ്റ്, അതായത് ആളുകൾക്ക് ജീവിക്കണം, അവിടെ സെറ്റിൽഡ് ആവണം എന്നുണ്ടെങ്കിൽ അനുയോജ്യമായിട്ടുള്ള കാലാവസ്ഥ അവിടെ വേണം. ദെൻ മറ്റൊന്നാണ് നാച്ചുറൽ റിസോഴ്സസ് അല്ലേ, അതായത് സ്റ്റോൺ ആയിക്കോട്ടെ, മെറ്റൽസുകളായിക്കോട്ടെ, ടിമ്പറുകളായിക്കോട്ടെ എക്സെട്ര. അങ്ങനെ നാച്ചുറൽ റിസോഴ്സസുകൾ, ജനങ്ങൾക്ക് ഒരു പ്രദേശത്ത് താമസിക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള പല നാച്ചുറൽ റിസോഴ്സസുകളുമുണ്ട്. അതൊക്കെ എവിടെ വേണം? ഇവിടെ ഈ ഒരു സിവിലൈസേഷൻ്റെ അകത്ത് വേണം. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളാണ് ഒരു സിവിലൈസേഷൻ്റെ ഡെവലപ്മെൻറ്റിലേക്ക്, അല്ലെങ്കിൽ അതുണ്ടാകുന്നതിനുള്ള ഫേവറബിൾ ആയിട്ടുള്ള ഫാക്ടേഴ്സുകൾ എന്ന് പറയുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ്? അവൈലബിലിറ്റി ഓഫ് വാട്ടർ വേണം, അതുപോലെ തന്നെ ഫെർട്ടൈൽ ലാൻഡ് ഫോർ അഗ്രികൾച്ചർ വേണം, ക്ലൈമറ്റ് സ്യൂട്ടബിൾ ഫോർ സെറ്റിൽമെൻറ്റ് ആവണം, നാച്ചുറൽ റിസോഴ്സസുകളും അവൈലബിൾ ആയിരിക്കണം. ഓക്കെ, ഇനി നമ്മൾ പ്രീ ഹിസ്റ്റോറിക് മാൻ ആൻഡ് ദ ഏജസിലേക്ക് വരുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു സ്റ്റോൺ ഏജ് എന്നും അതുപോലെ തന്നെ മെറ്റൽ ഏജ് എന്നും അല്ലേ. ഇവിടെ സ്റ്റോൺ ഏജിനെ നമുക്ക് മൂന്നാക്കി ഡിവൈഡ് ചെയ്യാം: പാലിയോലിത്തിക് ഏജ്, മെസോലിത്തിക് ഏജ് ആൻഡ് നിയോലിത്തിക് ഏജ്. ഇങ്ങനെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടെണ്ണമാണ് പാലിയോലിത്തിക് ഏജും നിയോലിത്തിക് ഏജും. ഇവിടെ പാലിയോലിത്തിക് ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾഡ് സ്റ്റോൺ ഏജ് എന്നും അറിയപ്പെടുന്നുണ്ട്. അതായത് ആദ്യത്തെ ഘട്ടം, അതാണ് ഇവിടെ പാലിയോലിത്തിക് ഏജ് ആയിട്ട് കാണുന്നത്. അതായത് നമ്മളുടെ മോഡേൺ മനുഷ്യനായിട്ടുള്ള നിയാൻഡർത്തൽ മനുഷ്യന്മാരുടെ ഒരു കാലഘട്ടം മുതൽ നമ്മൾ എന്ത് കാണുന്നുണ്ട്? ഈ ഒരു പാലിയോലിത്തിക് ഏജിനെ കാണുന്നുണ്ട്. ഓക്കെ, അപ്പം ഈ ഒരു പാലിയോലിത്തിക് ഏജ് എന്ന് പറയുമ്പോൾ ഏകദേശം BC 2.5 മില്യൺ ടു BC 10,000 വരെയുള്ള ഒരു കാലഘട്ടമാണ് പാലിയോലിത്തിക് ഏജ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്. അതായത് ഒരു നൊമാഡിക്, ഒരു നാടോടി ജീവിതം ജീവിച്ചിരുന്ന, ഹണ്ടിങ് ആൻഡ് ഗാദറിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്തിരുന്ന ഒരു കാലഘട്ടം, ഒരു ടൈം പീരിയഡ് ആയിരുന്നു ഏത്? ഈ ഒരു പാലിയോലിത്തിക് ഏജ് എന്ന് പറയുന്നത്. കൂടാതെ ഇവിടെ നമ്മൾ യൂസ് ഓഫ് ക്രൂഡ് സ്റ്റോൺ ടൂൾസ്, പരുക്കമായിട്ടുള്ള ശിലായുധങ്ങളും ഉപകരണങ്ങളുമാണ് ഈ ഒരു കാലഘട്ടത്തിലെ, ഈ ഒരു പാലിയോലിത്തിക് കാലഘട്ടത്തിലെ ജനങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. കൂടാതെ ഇവിടെ നമുക്ക് ഡിസ്കവറി ഓഫ് ഫയർ ഫോർ കുക്കിംഗ് ആൻഡ് പ്രൊട്ടക്ഷൻ, അതായത് പാലിയോലിത്തിക് കാലഘട്ടത്തിൻ്റെ അവസാനത്തിലേക്കൊക്കെ വരുന്ന സമയത്ത് നമ്മളിവിടെ കുക്കിങ്ങിനെയും പ്രൊട്ടക്ഷനെയും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഫയറിൻ്റെ ഡിസ്കവറിയുടെ സൂചനകളൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. കൂടാതെ ഈ ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് കേവ് പെയിൻറ്റിങ്സുകളും പ്രിമിറ്റീവ് റിലീജിയസ് ബിലീഫ്സുകളും ഒക്കെ ഉയർന്നു വരുന്നത്. ഇവിടെ പ്രിമിറ്റീവ് ബിലീഫ്സ്, റിലീജിയസുകൾ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും വരുന്ന കാര്യങ്ങളാണ് ലൈഫ് ആഫ്റ്റർ ഡെത്ത് എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് ആദിമ കാലഘട്ടം മുതൽ മനുഷ്യൻ്റെ വിശ്വാസങ്ങളുടെ ഭാഗമായിട്ടുള്ള ഒന്നായിരുന്നു കേട്ടോ. കൂടാതെ ധാരാളം കേവ് പെയിൻറ്റിങ്സുകൾ, ഇപ്പോൾ നമ്മൾ പറയുന്ന എടക്കൽ കേവിലായിക്കോട്ടെ, അതല്ല ഭിംബേഡ്കയിലായിക്കോട്ടെ, ഒക്കെ തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള പ്രിമിറ്റീവ് കാലഘട്ടത്തിലെ കേവ് പെയിൻറ്റിങ്സുകളെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ദെൻ അത് കഴിഞ്ഞ് മെസോലിത്തിക് കാലഘട്ടമാണ്. മെസോലിത്തിക് കാലഘട്ടം എന്ന് പറയുമ്പോൾ മൈക്രോലിത്സുകൾ, അഥവാ ഈ ഒരു മൈക്രോലിത്സ് എന്ന് പറയുന്ന ആ ഒരു പ്രത്യേക തരം ശിലകൾ കൊണ്ടുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ച് ജീവിച്ചിരുന്ന ഒരു കാലഘട്ടമാണ് മെസോലിത്തിക് പീരിയഡ് എന്ന് പറയുന്നത്. അപ്പം ആ ഒരു പീരീഡിൻ്റെ ഏറ്റവും വലിയ സവിശേഷതയാണ് മൈക്രോലിത്തിക് ടൂൾസുകൾ എന്ന് പറയുന്നത് കേട്ടോ. ഈ മെസോലിത്തിക് കാലഘട്ടം അഥവാ മധ്യശിലായുഗം, മിഡിൽ സ്റ്റോൺ ഏജ് എന്ന് പറയുന്നതാണ് പാലിയോലിത്തിക് ഏജിൽ നിന്നും നിയോലിത്തിക് കാലഘട്ടത്തിലേക്കുള്ള ഒരു ട്രാൻസിഷൻ പീരിയഡ് ആയിട്ടാണ് നമ്മളിവിടെ മെസോലിത്തിക് കാലഘട്ടത്തെ അഭിസംബോധനം ചെയ്യുന്നത്. ദെൻ നമ്മൾ പിന്നെ പറയുന്നത് ഒന്നാണ് നിയോലിത്തിക് കാലഘട്ടം അഥവാ ന്യൂ സ്റ്റോൺ ഏജ്. അപ്പം ഈ നിയോലിത്തിക് കാലഘട്ടത്തെ ഗോർഡൻ വി ചൈൽഡ് നിയോലിത്തിക് റെവല്യൂഷൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ധാരാളം മാറ്റങ്ങൾ, ധാരാളം ഡെവലപ്മെൻറ്റുകൾ, അഡ്വാൻസ്മെൻറ്റുകൾ, പുതിയ പുതിയ ടെക്നോളജീസുകളൊക്കെ ഉണ്ടാകുന്നത് ഈ ഒരു നിയോലിത്തിക് കാലഘട്ടം
അവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ് കേട്ടോ. അപ്പോൾ നിയോലിത്തിക് കാലഘട്ടത്തിൻ്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത് BC 1000 മുതൽ BC 3000 വരെയുള്ളൊരു കാലഘട്ടമാണ്. അതായത് ഇവിടെ നമുക്ക് ട്രാൻസിഷൻ ടു അഗ്രികൾച്ചർ ആൻഡ് ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽസ് ആണ് കൂടുതലായിട്ടും വരുന്നത്. അതായത് ആദിമ മനുഷ്യർ മൃഗങ്ങളെയും അതുപോലെ തന്നെ പ്ലാന്റ്സിൻ്റെയും ഒക്കെ പരിപാലനം അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു ഡൊമസ്റ്റിക്കേഷൻ ആരംഭിക്കുന്നത് ഏത് കാലഘട്ടത്തിലാണ്? ഈ ഒരു മെസോലിത്തിക് കാലഘട്ടത്തിൻ്റെ അവസാനം അല്ലെങ്കിൽ നിയോലിത്തിക് കാലഘട്ടം മുതലാണ് മനുഷ്യർ എന്ത് ചെയ്യുന്നത്? ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽസും അല്ലെങ്കിൽ ഡൊമസ്റ്റിക്കേഷൻ ഓഫ് പ്ലാന്റ്സുകൾ അതല്ലെങ്കിൽ അഗ്രികൾച്ചറിൻ്റെ ആ ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരുന്നത്. അതായത് ഒരു ഹണ്ടിങ് ആൻഡ് ഗ്യാദറിങ് അതല്ലെങ്കിൽ ഒരു നൊമാഡിക് ലൈഫ് മാത്രം നയിച്ചിരുന്ന മനുഷ്യൻ പിന്നീട് സ്ഥിരമായിട്ട് ഒരിടത്ത് താമസിക്കുവാനും മൃഗപരിപാലനം നടത്തുവാനും അഗ്രികൾച്ചർ കാർഷിക വൃത്തിയിലേക്ക് തിരിഞ്ഞതുമൊക്കെ ഏതൊരു കാലഘട്ടം മുതലാണ്? ഈ പറയപ്പെടുന്ന നിയോലിത്തിക് കാലഘട്ടം മുതലാണ്. കൂടാതെ പോട്ടറി മേക്കിംഗ് ആയിക്കോട്ടെ, വേവിങ് ആയിക്കോട്ടെ, പോളിഷ്ഡ് സ്റ്റോൺ ടൂൾസുകളും ഒക്കെ വരുന്നത് ഈ ഒരു നിയോലിത്തിക് കാലഘട്ടത്തിലാണ്. അതുകൊണ്ട് ഒക്കെ തന്നെയാണ് ഗോർഡൻ വി ചൈൽഡ് ഈ ഒരു കാലഘട്ടത്തെ നിയോലിത്തിക് റെവല്യൂഷൻ എന്ന് വിശേഷിപ്പിച്ചത്. ഇനി അത് കഴിഞ്ഞ് വരുന്ന ഒന്നാണ് മെറ്റൽ ഏജ് എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടവയാണ് ഏത്? ബ്രോൺസ് ഏജ് എന്ന് പറയുന്നത്. അപ്പം ഈ ബ്രോൺസ് ഏജ് എങ്ങനെയാണ്? BC 3000 മുതൽ BC 1200 വരെയുള്ളൊരു കാലഘട്ടമാണ് ബ്രോൺസ് ഏജ് കാലഘട്ടം അഥവാ വെങ്കല യുഗം എന്ന് അറിയപ്പെടുന്നത്. അതായത് ബ്രോൺസ് കൊണ്ടുള്ള വെങ്കലം കൊണ്ടുള്ള ടൂൾസുകളും വെപ്പൺസുകളും ഉപയോഗിച്ചിരുന്ന ഒരു കാലഘട്ടമാണ് ബ്രോൺസ് ഏജ് എന്ന് പറയപ്പെടുന്നത്. ഈ ബ്രോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോപ്പർ പ്ലസ് ടിൻ കൊണ്ട് അതുകൊണ്ടുണ്ടാകുന്ന ഒരു സങ്കര ലോഹമാണ് ഏത്? ബ്രോൺസ് അഥവാ വെങ്കലം എന്ന് പറയുന്നത്. അപ്പം അത് ഉപയോഗിച്ചുകൊണ്ട് ഉള്ള ടൂൾസുകളും ടെക്നിക്സുകളും ഉപയോഗിച്ച് ജീവിച്ചിരുന്ന ആ ഒരു കാലഘട്ടത്തെയാണ് നമ്മൾ ബ്രോൺസ് ഏജ് സിവിലൈസേഷൻസ് എന്ന് പറയുന്നത്. അതായത് ആദ്യത്തെ അർബണൈസേഷനും ഒരു ഫോർമേഷൻ ഓഫ് സിറ്റീസും എല്ലാം ഉണ്ടാകുന്നത് എവിടെയാണ്? ഈ ഒരു ബ്രോൺസ് ഏജ് കാലഘട്ടത്തിലാണ്. അപ്പം അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ ബ്രോൺസ് ഏജ് കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ബ്രോൺസ് ഏജിലാണ് ആദ്യത്തെ സിവിലൈസേഷൻസുകളെല്ലാം തന്നെ എമർജ് ചെയ്ത് വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ മെസപ്പൊട്ടോമിയ, ഈജിപ്ഷ്യൻ, ഹാരപ്പൻ, ചൈനീസ് തുടങ്ങിയിട്ടുള്ള സിവിലൈസേഷൻസുകളെല്ലാം തന്നെ അർബണൈസ്ഡ് സിവിലൈസേഷൻസുകളെല്ലാം തന്നെ ആദ്യമായിട്ട് എമർജ് ചെയ്ത് വരുന്നത് ഈ പറയപ്പെടുന്ന ബ്രോൺസ് ഏജ് കാലഘട്ടത്തിൽ ആണ്. അതിനുശേഷം വരുന്നവയാണ് ഏത്? ഡെവലപ്മെന്റ് ഓഫ് റൈറ്റിംഗ് സിസ്റ്റം. അതായത് പ്രീ ഹിസ്റ്റോറിക് കാലഘട്ടത്തിൽ നിന്നും പ്രോട്ടോ ഹിസ്റ്ററിയിലേക്കുള്ള ഒരു ട്രാൻസിഷൻ കാലഘട്ടം കൂടിയാണിത്. അല്ലെങ്കിൽ പ്രീ ഹിസ്റ്റോറിക് കാലഘട്ടത്തിൽ നിന്നും ഹിസ്റ്റോറിക് കാലഘട്ടത്തിലേക്കുള്ള ട്രാൻസിഷൻ പീരിയഡ് ആണ് ഇത്. അതായത് ഈ ഒരു കാലഘട്ടം ഈ പറയപ്പെടുന്ന ബ്രോൺസ് ഏജ് കാലഘട്ടം ഏതാണ്? പ്രോട്ടോ ഹിസ്റ്റോറിക് കാലഘട്ടമായിട്ടാണ് അറിയപ്പെടുന്നത്. അതിന് കാരണം ഈ ഒരു കാലഘട്ടത്തിൽ എന്തുണ്ട്? ഒരു റൈറ്റിംഗ് സിസ്റ്റം അതല്ലെങ്കിൽ എഴുത്തുവിദ്യ ഉണ്ട്. അതായത് പ്രീ ഹിസ്റ്റോറിക് കാലഘട്ടം എന്ന് പറയുമ്പോൾ അവിടെ ദർ ഈസ് നോ എവിഡൻസസ് ഓഫ് അല്ലെങ്കിൽ ദർ ഈസ് നോ സിസ്റ്റം ഓഫ് റൈറ്റിംഗ് എന്നുള്ളതാണ് കേട്ടോ. അതായത് നമുക്ക് ഒരു റൈറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ദൗർലഭ്യതയുള്ള ആ ഒരു കാലഘട്ടം അല്ലെങ്കിൽ റൈറ്റിംഗ് സിസ്റ്റം ഇല്ലാത്ത ഒരു കാലഘട്ടമാണ് പ്രീ ഹിസ്റ്റോറിക് കാലഘട്ടം എന്ന് പറയുന്നത്. അതിനുശേഷം വരുന്ന പ്രോട്ടോ ഹിസ്റ്റോറിക് കാലഘട്ടത്തിൽ എന്തുണ്ട്? റൈറ്റിംഗ് സിസ്റ്റം ഉണ്ട്. മെസപ്പൊട്ടോമിയയിലാണെങ്കിൽ ക്യൂണിഫോം ഉണ്ട്, ഈജിപ്ഷ്യയിലാണെങ്കിൽ ഹൈറോഗ്ലിഫിക്സ് ഉണ്ട്, ഹാരപ്പയിലാണെങ്കിൽ നമ്മൾക്ക് ഇന്നും പേരറിയാൻ കഴിയാത്ത വായിച്ചെടുക്കുവാൻ സാധിക്കാത്ത ഒരു ഹാരപ്പൻ സ്ക്രിപ്റ്റ് അവിടെയുണ്ട്. ചൈനീസ് സിവിലൈസേഷൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ ചൈനീസ് സ്ക്രിപ്റ്റും വരുന്നുണ്ട്. അപ്പം ഇതാണ് ഈ ഒരു ബ്രോൺസ് സിവിലൈസേഷൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഫീച്ചർ എന്ന് പറയുന്നത്. കൂടാതെ ഒരു എക്സ്പാൻഷൻ ഓഫ് ട്രേഡ് ആൻഡ് സോഷ്യൽ ഹൈറാർക്കീസ് ഒക്കെ ഉണ്ടാകുന്നത് എവിടെയാണ്? ഈ ഒരു ബ്രോൺസ് ഏജ് കാലഘട്ടത്തിൽ ആണ്. ഓക്കെ, അത് കഴിഞ്ഞ് വരുന്ന ഒന്നാണ് അയൺ ഏജ് അഥവാ ഇരുമ്പ് യുഗം എന്ന് പറയുന്നത്. അതായത് BC 1200 മുതൽ BC 500 വരെയുള്ളൊരു കാലഘട്ടമാണ് അയൺ ഏജ് കാലഘട്ടമായിട്ട് കണക്കാക്കപ്പെടുന്നത്. ഇവിടെ യൂസ് ഓഫ് അയൺ ടൂൾസ് ആൻഡ് വെപ്പൺസ്, അതായത് നമ്മൾ ആദ്യം പറഞ്ഞു കഴിഞ്ഞു സ്റ്റോൺ ടൂൾസ് എന്നുള്ളത്. അതിനുശേഷം എന്ത് വരുന്നുണ്ട്? ചാൽക്കോലിത്തിക്, അതായത് കോപ്പർ ഉപയോഗിച്ചിട്ടും അതുപോലെ തന്നെ സ്റ്റോൺ ഉപയോഗിച്ചും ടൂൾസ് ആൻഡ് വെപ്പൺസ് ഉണ്ടാക്കുന്ന ചാൽക്കോലിത്തിക് അഥവാ ശിലാതാമ്രയുഗം വരുന്നുണ്ട്. അതിനുശേഷം നമ്മൾ പഠിച്ചു വെങ്കലം കൊണ്ട് ടൂൾസ് ആൻഡ് വെപ്പൺസുകൾ ടെക്നിക്സുകൾ ഉണ്ടാക്കിയിരുന്ന ഒരു കാലഘട്ടമാണ് ബ്രോൺസ് ഏജ് എന്ന് പറയുന്നത്. പിന്നീട് കണ്ടുപിടിക്കപ്പെട്ട ലോഹമാണ് ഏറ്റവും കട്ടിയുള്ള മറ്റൊരു ലോഹമാണ് ഇരുമ്പെന്ന് പറയുന്നത്. അതായത് ശിലകളെക്കാളും അല്ലെങ്കിൽ കോപ്പറിനേക്കാളും അതല്ലെങ്കിൽ ബ്രോൺസിനേക്കാളും ഒക്കെ കാഠിന്യമുള്ള കട്ടിയുള്ള ലോഹമാണ് ഇരുമ്പെന്ന് പറയുന്നത് അല്ലേ. അപ്പം ഈ ഇരുമ്പ് കൊണ്ട് അയൺ കൊണ്ട്
ടൂൾസ് ആൻഡ് വെപ്പൺസുകളും മറ്റ് സാമഗ്രികളും ഉണ്ടാക്കി ജീവിച്ചിരുന്ന ആ ഒരു കാലഘട്ടത്തെയാണ് നമ്മൾ അയൺ ഏജ് എന്ന് പറയുന്നത്. കൂടാതെ ഈ ഒരു കാലഘട്ടത്തിലാണ് മിലിറ്ററി അഡ്വാൻസ്മെൻറ്റുകൾ വരുന്നത്. ഓക്കെ, ദെൻ കൂടാതെ റൈസ് ഓഫ് ലാർജ് എംപയേഴ്സുകൾ വരുന്നതും ഒരു കോംപ്ലക്സ് ഗവേണൻസ്, ഒരു അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റം ഒക്കെ ഉണ്ടായി വരുന്നതും എവിടെയാണ് ഡെവലപ്പ് ചെയ്തു വരുന്നത്? ഈ പറയപ്പെടുന്ന അയൺ ഏജ് കാലഘട്ടത്തിൽ ആണ്. ഓക്കെ, അപ്പോൾ അതവിടെ കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കുന്നത് ഹ്യൂമൻ റേസസ് ആൻഡ് ദെയർ മൂവ്മെൻറ്റുകളെ കുറിച്ചിട്ടാണ്. അതായത് ഏർലി ഹ്യൂമൻസുകൾ ആഫ്രിക്കയിലാണ് ആദ്യം ഉണ്ടായത് എന്നാണ് നമ്മൾ കരുതപ്പെടുന്നത്. സയൻറ്റിഫിക്കലി നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടുള്ള തെളിവുകളിൽ നിന്ന് നമുക്ക് മനസ്സിലായിട്ടുള്ളത് ആഫ്രിക്കയിലാണ് ആദിമ മനുഷ്യർ ആദ്യമായിട്ട് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. ഇവർ ആഫ്രിക്കയിൽ നിന്നും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കായിട്ട് എന്ത് ചെയ്യുന്നു? മനുഷ്യർ, ഏർലി ഹ്യൂമൻസുകൾ, ആദിമ മനുഷ്യർ സഞ്ചരിക്കുവാനായിട്ട് അല്ലെങ്കിൽ മൈഗ്രേറ്റ് ചെയ്യുവാനായിട്ട്, കുടിയേറുവാനായിട്ട് ആരംഭിച്ചു. കൂടാതെ അതോട് കൂടിയിട്ട് അങ്ങനെ സഞ്ചരിക്കുന്ന ഈ മനുഷ്യർ എന്ത് ചെയ്യുന്നു? ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്ലൈമറ്റുകളെ അഡാപ്റ്റ് ചെയ്യുന്നു. ഇത് വേരിയൻ്റ് ആയിട്ടുള്ള ഫിസിക്കൽ ട്രെയ്റ്റ്സുകളിലേക്ക് നയിച്ചു. മനുഷ്യൻ്റെ വേരിയൻ്റ് ആയിട്ടുള്ള പല രീതിയിലുള്ള ഫിസിക്കൽ ട്രെയ്റ്റ്സുകളിലേക്ക് നയിച്ചത്. ഇങ്ങനെ മൈഗ്രേറ്റ് ചെയ്യപ്പെടുന്ന മനുഷ്യർ വ്യത്യസ്തങ്ങളായിട്ടുള്ള കാലാവസ്ഥകളെ അഡാപ്റ്റ് ചെയ്യുന്നു. അതിലൂടെ മനുഷ്യൻ എന്തുണ്ടാകുന്നു? മനുഷ്യൻ്റെ ഫിസിക്കൽ ട്രെയ്റ്റ്സുകളിൽ ഡിഫറൻസിയേഷൻസുകൾ ഉണ്ടാകുവാനായിട്ട് തുടങ്ങി. അപ്പം ഇത് എന്തിലേക്ക് നയിക്കുന്നു? റേഷ്യൽ ഗ്രൂപ്പ്സുകളുടെ അല്ലെങ്കിൽ ഹ്യൂമൻ റേസസിൻ്റെ ഒരു എമർജൻസിലേക്ക് ഇത് നയിച്ചു. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പം അങ്ങനെ വരുന്ന ആദ്യ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട റേഷ്യൽ ഗ്രൂപ്പ്സുകളാണ് കൊക്കസോയിഡ്, അതുപോലെ തന്നെ മംഗ്ലോയിഡ്, നീഗ്രോയിഡ്, ആസ്ട്രോലോയിഡ് പോലെയുള്ള റേസസുകളൊക്കെ അത്തരത്തിൽ ഉണ്ടായിട്ടുള്ള ഏർലി ഹ്യൂമൻ റേസസുകൾ ആണ്. ഇനി നമ്മൾ വരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ടോപ്പിക്കിലേക്കാണ്, ദ കൾച്ചർ ആൻഡ് ദ സിവിലൈസേഷൻ. ഓക്കെ, അപ്പം എന്താണ് സിവിലൈസേഷൻ അഥവാ എന്താണ് നാഗരികത? വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് സിവിലൈസേഷൻ? എന്തായിരിക്കാം ഇവിടെ സിവിലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സിവിലൈസേഷൻ ഈസ് ആൻ അഡ്വാൻസ്ഡ് സ്റ്റേജ് ഓഫ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് വിത്ത് ഗവൺമെൻറ്, എക്കോണമി, കൾച്ചർ ആൻഡ് സോഷ്യൽ നോംസ്. അതായത് ഗവൺമെൻറ്റും എക്കോണമിയും കൾച്ചറും സോഷ്യൽ നോംസുകളും ഒക്കെയുള്ള അത്തരത്തിൽ അഡ്വാൻസ്ഡ് സ്റ്റേജസ് ഉള്ള ഒരു ഹ്യൂമൻ ഡെവലപ്മെൻറ്റിൻ്റെ ആ ഒരു കാലഘട്ടമാണ്, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സിവിലൈസേഷൻ അതല്ലെങ്കിൽ നാഗരികത എന്ന് വിളിക്കുന്നത്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു സിവിലൈസേഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് എന്തെല്ലാം കാര്യങ്ങൾ വരുന്നുണ്ട്? ഗവൺമെൻറ് വരുന്നുണ്ട്, എക്കണോമി വരുന്നുണ്ട്, സോഷ്യൽ നോംസുകൾ വരുന്നുണ്ട്, ബിലീഫ്സുകൾ വരുന്നുണ്ട്, കസ്റ്റംസുകൾ വരുന്നുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലുമുള്ള പല ഫാക്ടേഴ്സുകളുമുള്ള ഒന്നാണ് ഏതെന്ന് പറയുന്നത്? ഈ സിവിലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ സിവിലൈസേഷൻ എന്ന് പറയുന്ന വേർഡ് ലാറ്റിൻ വേർഡായിട്ടുള്ള സിവിലിസ് എന്ന് പറയുന്ന വേർഡിൽ നിന്നും അതുപോലെ തന്നെ സിവിറ്റാസ് എന്ന് പറയുന്ന വേർഡിൽ നിന്നുമാണ് ഡിറൈവ് ചെയ്ത് വന്നിട്ടുള്ളത്. ഇവിടെ ലാറ്റിൻ വേർഡായിട്ടുള്ള സിവിലിസ് എന്ന വേർഡിൻ്റെ മീനിങ് സിവിൽ എന്നും അതുപോലെ തന്നെ സിവിറ്റാസ് എന്ന് പറയുന്ന വേർഡിൻ്റെ മീനിങ് സിറ്റി ഓർ സ്റ്റേറ്റും എന്നുമാണ്. അപ്പോൾ അതിൽ നിന്നുമാണ് എന്ത് വരുന്നത്? സിവിലൈസേഷൻ എന്ന് പറയുന്ന വേർഡ് ഡിറൈവ് ചെയ്ത് വന്നിട്ടുള്ളത്. അപ്പം ഇവിടെ ഈ സിവിലൈസേഷൻ്റെ അകത്ത് എന്തെല്ലാം കാര്യങ്ങൾ വരുന്നുണ്ട്? സൊസൈറ്റീസുകൾ വരുന്നുണ്ട് അല്ലേ, ധാരാളം സമൂഹങ്ങൾ വരുന്നുണ്ട്. കൂടാതെ ഈ സമൂഹങ്ങളെല്ലാം തന്നെ ബിക്കേം മോർ ഓർഗനൈസ്ഡ് ആയിട്ടുള്ളവയും കൂടി ആയിരുന്നു. ദെൻ നമ്മൾ എവല്യൂഷൻ ഓഫ് ദ ടേം സിവിലൈസേഷൻ നോക്കുന്ന സമയത്ത് ഒറിജിനലി നമ്മൾ ഈ സിവിലൈസേഷൻ അല്ലെങ്കിൽ സിവിൽസ് എന്ന് പറയുന്ന ആ ഒരു ടേം യൂസ് ചെയ്യുന്നത് ലീഗൽ കോണ്ടെക്സ്റ്റുകളിലായിരുന്നു. അതായത് ക്രിമിനൽ ടു സിവിൽ കേസസുകളിലാണ് നമ്മൾ ഈ ഒരു സിവിലൈസേഷൻ അല്ലെങ്കിൽ സിവിൽ എന്ന് പറയുന്ന ഒരു ടേം ആദ്യമായിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ എൻലൈറ്റൻമെൻറ്റ് കാലത്തെ എൻലൈറ്റൻമെൻറ്റ് തിങ്കേഴ്സുകളാണ് ഈ ഒരു ടേമിനെ എക്സ്പാൻഡ് ചെയ്തുകൊണ്ട് ഒരു സൊസൈറ്റിയിൽ പ്രോഗ്രസ് എന്നുള്ള രീതിയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു അർത്ഥതലത്തിലേക്ക് ഈ ഒരു സിവിലൈസേഷൻ എന്ന് പറയുന്ന ടേമിനെ കൊണ്ടെത്തിക്കുന്നത്. ആരാണ്? എൻലൈറ്റൻമെൻറ്റ് തിങ്കേഴ്സുകളാണ് ഈ ഒരു സിവിലൈസേഷൻ എന്ന് പറയുന്ന ടേമിനെ ഒരു ലീഗൽ കോണ്ടെക്സ്റ്റിൽ നിന്നും അതിൻ്റെ മീനിങ്ങിനെ എക്സ്പാൻഡ് ചെയ്തുകൊണ്ട് ഒരു സൊസൈറ്റിയിൽ പ്രോഗ്രസ് എന്നുള്ള രീതിയിലേക്ക് എത്തിച്ചതാരാണ്? ഇവിടെ എൻലൈറ്റൻമെൻറ്റ് തിങ്കേഴ്സുകളാണ്. ദെൻ ഹിസ്റ്റോറിയൻസുകളായിട്ടുള്ള ടോയിൻബിയും അതുപോലെ തന്നെ R.J. കോളിംഗ്വുഡ് പോലെയുള്ളവരുമൊക്കെ സിവിലൈസേഷനെ സ്പെഷ്യലൈസേഷൻ ഓഫ് സ്കിൽസുമായിട്ടും ഗവേണൻസുമായിട്ടും അതുപോലെ തന്നെ എക്കണോമിക് പ്രോസ്പെറിറ്റിയുമായിട്ടും ഒക്കെ കണക്ട് ചെയ്യിക്കുന്നുണ്ട്. ടോയിൻബി അതുപോലെ തന്നെ R.J. കോളിംഗ്വുഡ് പോലെയുള്ള ഹിസ്റ്റോറിയൻസൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? സിവിലൈസേഷന് സ്കില്ല്, ഗവേണൻസ്, എക്കണോമിക് പ്രോസ്പെറിറ്റി തുടങ്ങിയിട്ടുള്ള സ്പെഷ്യലൈസേഷൻസുകളും ഒക്കെ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? കണക്ട് ചെയ്യിപ്പിക്കുന്നുണ്ട്. ദെൻ
ഇനി നമ്മൾ നോക്കുന്നത് RG കോളിംഗ്വുഡിൻ്റെ വ്യൂ അനുസരിച്ചിട്ട് 3 ആസ്പെക്ട് ഓഫ് സിവിലൈസേഷൻ, 3 ആസ്പെക്ട് ഓഫ് സിവിലൈസേഷൻ ഉണ്ട്. അതായത് അക്കോർഡിംഗ് ടു RG കോളിംഗ്വുഡ് ദർ ആർ 3 ആസ്പെക്ട് ഓഫ് സിവിലൈസേഷൻസ്. എന്തൊക്കെയാകാം? ഒന്നാമത്തേത് എക്കണോമിക് സിവിലൈസേഷൻ ആണ്. രണ്ടാമത്തേത് സോഷ്യൽ സിവിലൈസേഷൻ. മൂന്നാമത്തേത് ലീഗൽ സിവിലൈസേഷൻ. ഇവിടെ എക്കണോമിക് സിവിലൈസേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദ ഓർഗനൈസ്ഡ് പെർസ്യൂട്ട് ഓഫ് വെൽത്ത്, അതായത് ഒരു വെൽത്തിനെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ഓർഗനൈസേഷനെയാണ് നമ്മളിവിടെ എക്കണോമിക് സിവിലൈസേഷൻ എന്ന് വിളിക്കുന്നത്. രണ്ടാമത്തേത് സോഷ്യൽ സിവിലൈസേഷൻ ആണ്. അതായത് കമ്മ്യൂണിറ്റി കോർപ്പറേഷൻസ് ആൻഡ് ജോയിൻറ്റ് ആക്ഷൻസുകളൊക്കെയുള്ള ഒന്നാണ് ഏത്? സോഷ്യൽ സിവിലൈസേഷൻ. മൂന്നാമത്തേത് ലീഗൽ സിവിലൈസേഷൻ ആണ്. അതായത് ഗവേണൻസ് ബേസ്ഡ് ആയിട്ട്, ലോ ആൻഡ് ഓർഡർ ബേസ്ഡ് ആയിട്ടുള്ള ഗവേണൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇവിടെ ലീഗൽ സിവിലൈസേഷൻസ് എന്ന് വിളിക്കുന്നത്. അപ്പം RG കോളിംഗ്വുഡിൻ്റെ ഒപ്പീനിയനിൽ, അദ്ദേഹത്തിൻ്റെ ഒരു വ്യൂവിൽ 3 ആസ്പെക്ട് ഓഫ് സിവിലൈസേഷൻസുകളുണ്ട്. ഒന്നാമത്തേത് സോഷ്യൽ സിവിലൈസേഷൻ, എക്കണോമിക് സിവിലൈസേഷൻ ആൻഡ് ലീഗൽ സിവിലൈസേഷൻസ്. ക്ലിയർ ആയല്ലോ? ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് കൾച്ചറാണ്. നമ്മൾ എന്താണ് സിവിലൈസേഷൻസ് എന്ന് പറഞ്ഞു, അതിൻ്റെ ആസ്പെക്റ്റുകളും പറഞ്ഞു. ഇനി നമ്മൾ നോക്കുന്നത് കൾച്ചർ എന്താണ് ആൻഡ് വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് കൾച്ചർ. എന്താണ് കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ വേ ഓഫ് ലൈഫ് ഇൻക്ലൂഡിങ് ഫുഡ്, ക്ലോത്തിങ്, ലാംഗ്വേജ് ആൻഡ് ട്രഡീഷൻസ്. അതായത് നമ്മളുടെ വേ ഓഫ് ലൈഫ്, അതാണ് കൾച്ചർ. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഡെഫിനിഷനാണ് നമ്മളിവിടെ പറഞ്ഞത്. കൾച്ചർ ഈസ് ദ വേ ഓഫ് ലൈഫ് അല്ലേ? അതാണ്. അതായത് ഫുഡ്, ക്ലോത്തിങ്, ലാംഗ്വേജ്, ട്രഡീഷൻസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള നമ്മളുടെ ഒരു വേ ഓഫ് ലൈഫാണ് എന്ത്? കൾച്ചർ അഥവാ സംസ്കാരം എന്ന് പറയുന്നത്. ഇപ്പോൾ പല നാഗരികതകളെയും നമ്മൾ സംസ്കാരം എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. ഇപ്പോൾ നമ്മൾ മെസപ്പൊട്ടോമിയൻ കൾച്ചർ എന്ന് പറയുന്നുണ്ട്, ഈജിപ്ഷ്യൻ കൾച്ചർ എന്ന് പറയുന്നുണ്ട്, ഹാരപ്പൻ കൾച്ചർ എന്ന് പറയുന്നുണ്ട്, ചൈനീസ് കൾച്ചർ എന്ന് പറയുന്നുണ്ട്. കാരണം എന്താ? ഈ പറയപ്പെടുന്ന എല്ലാ എലമെൻസുകളും ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട് അല്ലേ? അപ്പം ഇവിടെ കൾച്ചർ എന്ന് പറയുന്ന വേർഡ് ലാറ്റിൻ വേർഡായിട്ടുള്ള കൾട്ടസ് എന്ന് പറയുന്ന വേർഡിൽ നിന്നും ഡിറൈവ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. അതായത് കൾട്ടിവേറ്റ് ഓർ റിഫൈൻ എന്ന് മീനിങ് വരുന്ന ലാറ്റിൻ വേർഡായിട്ടുള്ള കൾട്ടസ് എന്ന് പറയുന്ന വേർഡിൽ നിന്നാണ് കൾച്ചർ എന്ന് പറയുന്ന ടേം ഡിറൈവ് ചെയ്ത് വന്നിട്ടുള്ളത്. ഇത് സാൻസ്ക്രിറ്റിലാണ് എന്നുണ്ടെങ്കിൽ, സംസ്കൃതത്തിലാണെങ്കിൽ ഈ കൾച്ചറിനെ അല്ലെങ്കിൽ സംസ്കാരത്തെ നമ്മൾ സംസ്കൃതി എന്ന് വിളിക്കുന്നു. അപ്പോൾ സംസ്കൃതി എന്താണ്? റിഫൈൻഡ് ആൻഡ് ഡെവലപ്ഡ് ഹ്യൂമൻ പ്രാക്ടീസസുകളെയാണ് ഇവിടെ സാൻസ്ക്രിറ്റിൽ സംസ്കൃതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് കോമ്പോണൻസ് ഓഫ് കൾച്ചർ ആണ്. കൾച്ചറിന് ചില കോമ്പോണൻസുകളുണ്ട്. എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്നാമത്തേത് മെറ്റീരിയൽ കൾച്ചറും രണ്ടാമത്തേത് നോൺ മെറ്റീരിയൽ കൾച്ചറുമാണ്. അതായത് മെറ്റീരിയൽ കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാഞ്ചിബിൾ ഒബ്ജക്റ്റുകൾ, അതായത് മൂവ് ചെയ്യാൻ കഴിയുന്ന, മാറ്റാൻ കഴിയുന്ന, ചലിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള നമുക്ക് ടാഞ്ചിബിൾ ആയിട്ടുള്ള ഒരു മൊബിലിറ്റി ഉള്ള ഒരു ഡൈനാമിക് ആയിട്ടുള്ള ഒന്നാണ് ഏത്? മെറ്റീരിയൽ കൾച്ചർ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ക്ലോത്തിങ്, ടൂൾസ്, ബിൽഡിങ്സ്. ഇപ്പോൾ നമുക്കറിയാം നമ്മളുടെ കേരളത്തിൽ എടുക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം കാണുന്ന കേരളത്തിലെ ആ ഒരു ക്ലോത്തിങ്, ടൂൾസ്, ബിൽഡിംഗ് സ്റ്റൈലുകളൊന്നുമല്ല കുറച്ച് നാൾ മുന്നേ വരെ ഉള്ളത്. എന്നാൽ ഇപ്പോൾ ഉള്ളതും അതിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ളവയാണ്. അതായത് ഓരോ ടൈം പീരിയഡിൽ ഈ ഒരു മെറ്റീരിയൽ കൾച്ചർ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ടാഞ്ചിബിൾ ഒബ്ജക്റ്റുകൾ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ നോൺ മെറ്റീരിയൽ കൾച്ചറിലേക്ക് വരുന്ന സമയത്ത് ബിലീഫ്സ്, വാല്യൂസ്, കസ്റ്റംസ്, ട്രഡീഷൻസ് പോലെയുള്ള കാര്യങ്ങളാണ്. അതായത് നമ്മൾ ഈ പറയപ്പെടുന്ന നമ്മളുടെ വിശ്വാസങ്ങളായിക്കോട്ടെ, നമ്മളുടെ മൂല്യങ്ങളായിക്കോട്ടെ, നമ്മളുടെ ആചാരങ്ങളായിക്കോട്ടെ, പാരമ്പര്യങ്ങളായിക്കോട്ടെ, ഇതൊക്കെ നമ്മളുടെ ആദ്യകാലം ഘട്ടം മുതൽ നമ്മളിങ്ങനെ വിശ്വസിച്ച് നമ്മളിങ്ങനെ കേട്ട് പഴകിച്ച് വരുന്ന കാര്യങ്ങളാണ്. അതിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഇല്ലാതെ അല്ലെങ്കിൽ അതൊന്നും ഇൻടാഞ്ചിബിൾ ആയിട്ട് മുന്നോട്ട് പോകുന്ന കാര്യങ്ങളെയാണ് നമ്മളിവിടെ നോൺ മെറ്റീരിയൽ കൾച്ചർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ആർട്സ് വരാം, മ്യൂസിക്സ് വരാം, ലിറ്ററേച്ചർ വരാം, ഫിലോസഫി വരാം, സയൻസ് വരാം. ഇതെല്ലാം തന്നെ കൾച്ചറിൻ്റെ ഭാഗങ്ങളാണ് അല്ലേ? ഇപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യുന്നു? ഇന്ന് നമ്മൾ വെസ്റ്റേൺ കൾച്ചർ നമ്മളിവിടെ ഇന്ത്യയിൽ ഫോളോ ചെയ്യുന്നുണ്ട് അല്ലേ? അതായത് ഒരു ഇന്ത്യൻ കൾച്ചർ എന്നതിനേക്കാളുപരി നമ്മളൊരു മിക്സ്ഡ് ആയിട്ട് ഒരു കൾച്ചറാണ് നമ്മളിവിടെ ഇന്ന് ഇന്ത്യയിൽ കണ്ടുകൊണ്ട് വരുന്നത്. അല്ലൊരു ഫ്യൂഷനാണ് നമ്മളുടെ ഇവിടുത്തെ കൾച്ചർ ഇന്ന്. അതായത് ഇവിടെ വെസ്റ്റേൺ കൾച്ചറുണ്ട്, പേർഷ്യൻ കൾച്ചറുണ്ട്, ഇന്ത്യൻ ട്രഡീഷണൽ കൾച്ചേഴ്സുകളും ഉണ്ട്. എല്ലാത്തിൻ്റെയും ഒരു സമ്മിശ്രമായിട്ടുള്ള ഒരു സങ്കരമാണ് നമ്മൾ ഇന്നിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ അകത്ത് മെറ്റീരിയൽ കൾച്ചറും വരുന്നുണ്ട്, നോൺ മെറ്റീരിയൽ കൾച്ചറും വരുന്നുണ്ട്. അപ്പം ഇതാണ് നമ്മളിവിടെ കൾച്ചർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
അപ്പോൾ ഓരോ സിവിലൈസേഷൻ്റെ അകത്തും അല്ലെങ്കിൽ ഓരോ സമൂഹത്തിലും എന്തുണ്ട്, അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു കൾച്ചറുണ്ട്. ഇപ്പം മെസപ്പൊട്ടോമിയയിലാണ് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവിടുത്തെ ഉറിലായിക്കോട്ടെ ലഗഷിലായിക്കോട്ടെ ഇതിലൊക്കെ ഓരോ സിറ്റി സ്റ്റേറ്റിനും അവരുടേതായിട്ടുള്ള ഒരു കൾച്ചറുണ്ട്. നമ്മൾ ഈജിപ്തിലേക്ക് വരുന്ന സമയത്ത് ഈജിപ്ഷ്യൻ ജനതയ്ക്ക് അവരുടേതായിട്ടുള്ള ഒരു സ്പെഷ്യൽ കൾച്ചറുണ്ട്. ഹാരപ്പയിലേക്ക് വരുന്ന സമയത്ത് ഹാരപ്പൻ ജനതയ്ക്ക് അവരുടേതായിട്ടുള്ള കൾച്ചറുണ്ട്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെയൊന്നും കൈമാറപ്പെടുന്നില്ല. അതായത് ഓരോ ജനതയ്ക്കും അവരുടേതായിട്ടുള്ള കൾച്ചർ ഉണ്ടാകും, സിവിലൈസേഷൻസും ഉണ്ടാകും. ക്ലിയർ ആയല്ലോ? ഇനി നമ്മൾ നോക്കുന്നത് ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ദ കൾച്ചർ ആൻഡ് ദ സിവിലൈസേഷൻ. അപ്പോൾ കൾച്ചറും സിവിലൈസേഷൻസും തമ്മിലുള്ള ഡിഫറൻസസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് കൾച്ചറിൻ്റെത് നോക്കാം. ഇവിടെ കൾച്ചർ എന്താണ്? ദ വേ ഓഫ് ലൈഫ്, ട്രഡീഷൻസ് ആൻഡ് ബിലീഫ്സ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. അതേസമയം സിവിലൈസേഷൻസിൽ എന്ത് വരുന്നുണ്ട്? അഡ്വാൻസ്ഡ് സൊസൈറ്റി വരുന്നുണ്ട്, വിത്ത് ഗവൺമെൻറ്റ്സ് വരുന്നുണ്ട്, ആൻഡ് ടെക്നോളജിയും വരുന്നുണ്ട്. രണ്ടാമത്തെ പോയിന്റ് ഇവിടെ എന്താണ്? കൾച്ചറലാണെന്നുണ്ടെങ്കിൽ ഇന്റേണൽ ആൻഡ് ഇമോഷണൽ കാര്യങ്ങളാണ് കൂടുതലായിട്ടും ഒരു സംസ്കാരത്തിൻ്റെ ഉള്ളിൽ വരുന്നത്. അതേസമയം സിവിലൈസേഷനിൽ എന്ത് വരുന്നുണ്ട്? എക്സ്റ്റേണൽ ആൻഡ് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് വരുന്നത്. ദെൻ കൾച്ചറിൻ്റെ അകത്ത് വരുന്ന മറ്റൊരു കാര്യം എന്താണ്? നോ പ്രിസൈസ് മെഷർമെൻറ്റ് സ്റ്റാൻഡേർഡ്സുകൾ ഇല്ല. അതേസമയം സിവിലൈസേഷനിലാണെന്നുണ്ടെങ്കിൽ മെഷറബിൾ ത്രൂ ഇൻഫ്രാസ്ട്രക്ചർ എക്കോണമിയാണ് കേട്ടോ. ദെൻ കൾച്ചർ വരുന്നത് ക്യാൻ എക്സിസ്റ്റ് വിത്തൗട്ട് സിവിലൈസേഷൻ. ഒരു കൾച്ചറിന്, ഒരു സംസ്കാരത്തിന് സിവിലൈസേഷൻ ഇല്ലാതെ നിലനിൽക്കാൻ കഴിയും. എന്നാൽ അതേസമയം സിവിലൈസേഷൻ ആണെങ്കിലോ കനോട്ട് എക്സിസ്റ്റ് വിത്തൗട്ട് കൾച്ചർ. സംസ്കാരമില്ലാതെ, കൾച്ചർ ഇല്ലാതെ നിലനിൽക്കാൻ ഒരു സിവിലൈസേഷന് സാധിക്കില്ല. അപ്പം ഇത്തരം പ്രധാനപ്പെട്ട പോയിന്റ്സുകളാണ് നമുക്ക് ഡിഫറൻസസ് ബിറ്റ്വീൻ കൾച്ചർ ആൻഡ് സിവിലൈസേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുവാനായിട്ട് ഉള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് കോസസ് ഫോർ ദ ഗ്രോത്ത് ഓഫ് സിവിലൈസേഷൻ എന്നുള്ളതാണ് കേട്ടോ. എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് സിവിലൈസേഷൻ്റെ ഗ്രോത്ത് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളവയാണ്. ഒന്നാമത്തേത് എവല്യൂഷൻ ഫ്രം പ്രിമിറ്റീവ് ടു ഓർഗനൈസ്ഡ് സൊസൈറ്റി. അതായത് ഒരു പ്രിമിറ്റീവ് സംസ്കാരത്തിൽ നിന്നും അല്ലെങ്കിൽ ഒരു പ്രിമിറ്റീവ് കാലഘട്ടത്തിൽ നിന്നും ഒരു വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള റൂളേഴ്സുകളുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഉള്ള ഒരു എക്കോണമിയുള്ള ഒരു സൊസൈറ്റി ഉള്ള ഒരു പൊളിറ്റിക്കൽ സ്ട്രക്ചർ ഉള്ള അത്തരത്തിലുള്ളൊരു ഓർഗനൈസ്ഡ് സൊസൈറ്റിയിലേക്ക് മാറുന്നു. ഈ ഓർഗനൈസ്ഡ് സൊസൈറ്റി ഉണ്ടാകും, എന്തുണ്ടാകുന്നു? അവിടെ സിവിലൈസേഷൻ്റെ ഗ്രോത്ത് ഉണ്ടാകുന്നു. രണ്ടാമത്തേത് ഡെവലപ്മെൻറ്റ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് പെർമനൻറ്റ് സെറ്റിൽമെൻ്റ് ആണ് കേട്ടോ. അതായത് അഗ്രികൾച്ചർ ഉണ്ടാകുമ്പോൾ അവിടെ എന്തുണ്ടാകുന്നു? പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ്. അതായത് ഒരു നാടോടി ജീവിതത്തിൽ നിന്നും എന്ത് മാറുന്നു? അർദ്ധ നാടോടികളായിട്ട് മാറുന്നു. അതിൽ നിന്നും സ്ഥിരമായിട്ടൊരിടത്ത് താമസം ഉറപ്പിക്കാനും ജീവിക്കുവാനുമുള്ള ആ ഒരു കാര്യങ്ങൾ വരുന്നു. അപ്പം ഇതാണ് രണ്ടാമത്തെ കോസസ് എന്ന് പറയുന്നത്. മൂന്നാമത്തേത് ഗ്രോത്ത് ഓഫ് ട്രേഡ്, ഗവേണൻസ് ആൻഡ് സോഷ്യൽ സ്ട്രക്ചർ. അതായത് നമ്മൾ ഈ പറഞ്ഞ അഗ്രികൾച്ചർ ഉണ്ടാകുന്നു, സെറ്റിൽഡ് ആകുന്നു, അവിടെ മിച്ചോൽപാദനം ഉണ്ടാകുന്നു. അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു? ട്രേഡ് ഗ്രോത്ത് ചെയ്യുന്നു, അവിടെ ഗവേണൻസ്, അഡ്മിനിസ്ട്രേഷൻ ഗ്രോത്ത് ഉണ്ടാകുന്നു, സോഷ്യൽ സ്ട്രക്ചേഴ്സുകൾ ഉണ്ടാകുന്നു. ഇതൊക്കെ മറ്റൊരു കാരണം കൂടിയാണ്. ദെൻ മറ്റൊന്നാണ് ഇറിഗേഷൻ ആൻഡ് വാട്ടർ മാനേജ്മെൻറ്റ് പ്ലേഡ് എ ക്രൂഷ്യൽ റോൾ. നമ്മൾ ഏതൊരു സൊസൈറ്റി എടുക്കുമ്പോഴും അല്ലെങ്കിൽ ഏതൊരു സിവിലൈസേഷൻ എടുക്കുമ്പോഴും അവിടെ ഇറിഗേഷനും അതുപോലെ തന്നെ വാട്ടർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നതും വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു റോൾ വഹിക്കുന്ന ഒന്ന് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറയപ്പെടുന്ന ഇറിഗേഷൻ സിസ്റ്റവും അതുപോലെ തന്നെ വാട്ടർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നതും എന്താണ്? സിവിലൈസേഷൻ്റെ ഗ്രോത്തിലേക്ക് നയിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാരണം കൂടി ആണ്. ദെൻ ദ ലാസ്റ്റ് വൺ ആണ് ക്ലൈമറ്റ് ആൻഡ് നാച്ചുറൽ റിസോഴ്സസ് ഇൻഫ്ലുവൻസ്ഡ് ദ റൈസ് ഓഫ് സിവിലൈസേഷൻ. ക്ലൈമറ്റും അതുപോലെ തന്നെ നാച്ചുറൽ റിസോഴ്സസും എന്തിലേക്ക് നയിക്കുന്നു? സിവിലൈസേഷൻസിൻ്റെ റൈസിലേക്ക് അല്ലെങ്കിൽ ഗ്രോത്തിലേക്ക് നയിക്കുന്നു. അതായത് എങ്ങനെയാണ് റിസോഴ്സസുകൾ ഉണ്ടാകുമ്പോൾ അവിടെ എന്തുണ്ടാകുന്നു? അത് ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങൾക്ക് ജീവിക്കുവാൻ സാധിക്കുന്നു അല്ലേ? അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെ പതിയെ എന്തുണ്ടാകുന്നു? പല പല മാറ്റങ്ങളും അഡ്വാൻസ്മെൻറ്റുകളും ടെക്നോളജി എൻഹാൻസ്മെൻറ്റുകളും ഒക്കെ ഉണ്ടാകുന്നു. അങ്ങനെ അത് പതിയെ എന്തായിട്ട് മാറുന്നു? സിവിലൈസേഷൻസുകളായിട്ട് മാറുന്നു. അങ്ങനെ ഈ ഓരോ സിവിലൈസേഷൻസുകളും ഈ പറയപ്പെടുന്ന എല്ലാ ഫാക്ടേഴ്സുകളും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഗ്രോത്തിങ്ങിലൂടെ അല്ലെങ്കിൽ അത് വളർന്നുകൊണ്ടേയിരിക്കുന്നു. ഓക്കെ,
അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെയുള്ള നമ്മളുടെ ഒരു ജേർണി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ ഇൻട്രൊഡക്ഷൻ ടു സിവിലൈസേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ പ്രീ ഹിസ്റ്റോറിക് കാലഘട്ടം പറഞ്ഞു കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ എന്ത് പറഞ്ഞു, ഓരോരോ ഏജുകൾ പറഞ്ഞു അല്ലേ, ഏജസുകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. ശേഷം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു എന്താണ് സിവിലൈസേഷൻ, വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് സിവിലൈസേഷൻ, അതുപോലെ തന്നെ വാട്ട് ആർ ദ കോമ്പണൻസ് ഓഫ് സിവിലൈസേഷൻ. അതിനുശേഷം നമ്മൾ കൾച്ചർ എന്താണെന്ന് പറഞ്ഞു, ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞു, കോമ്പണൻസ് നമ്മൾ പറഞ്ഞു. അതിനുശേഷം നമ്മൾ എന്ത് പറഞ്ഞു, കൾച്ചറും സിവിലൈസേഷൻസും തമ്മിലുള്ള ഡിഫറൻസിയേഷൻസുകൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ. പിന്നെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഗ്രോത്ത് ഓഫ് സിവിലൈസേഷൻസിൻ്റെ കോസസുകൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു കേട്ടോ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഫസ്റ്റ് യൂണിറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത്. നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയുമായി നമ്മുടെ മറ്റൊരു ക്ലാസ്സിൽ കാണാം. താങ്ക് യു സോ മച്ച്.